നമസ്കാരം. രണ്ടൊത്താൽ മൂന്നൊക്കും എന്നാണ് ചൊല്ല്. എന്നാൽ മൂന്നൊത്തിട്ടും പിടിതരാതെ വന്നതിനാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിലാസത്തിൽ നാലാമതൊരു നോട്ടീസ് കൂടി അയച്ചിരിക്കുകയാണ് ഇ.ഡി. 2021-22 ഡൽഹി എക്സൈസ് നയത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യാൻ ജനുവരി 18 ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ സമൻസ് അയച്ചു. ഇ.ഡിയുടെ മൂന്നാമത്തെ സമൻസ് കഴിഞ്ഞയാഴ്ച കെജ്രിവാൾ ഒഴിവാക്കിയിരുന്നു. നിയമവിരുദ്ധം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഇ.ഡിയുടെ മൂന്നാമത്തെ സമൻസിനുള്ള മറുപടിയിൽ താൻ സഹകരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തടയുകയാണ് ഏജൻസിയുടെ ഉദ്ദേശമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. നയരൂപീകരണം, വിവാദ മദ്യനയം അന്തിമമാക്കുന്നതിന് മുമ്പ് നടന്ന യോഗങ്ങൾ, കൈക്കൂലി ആരോപണങ്ങൾ എന്നിവയിലെ പങ്കാളിത്തം സംബന്ധിച്ച് കെജ്രിവാളിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് ഇ.ഡി തങ്ങളുടെ നോട്ടീസിൽ മുന്നോട്ട് വെച്ചത്. 2023 ഡിസംബർ 2 ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിനെയും അദ്ദേഹത്തിൻ്റെ സഹായി സർവേഷ് മിശ്രയെയും ഉൾപ്പെടുത്തി സമർപ്പിച്ച ആറാമത്തെ കുറ്റപത്രത്തിൽ AAP അതിൻ്റെ മദ്യനയം വഴി 45 കോടി കോഴ കൈപ്പറ്റിയതായി ഇ.ഡി അവകാശപ്പെട്ടു. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം കണ്ടെത്താൻ എക്സൈസ് നയത്തിൽ നിന്നുള്ള കോഴ ഉപയോഗിച്ചെന്ന് ഇ.ഡി നേരത്തെ ആരോപിച്ചിരുന്നു. ഈ കേസിൽ ആദ്യമായാണ് ഇ.ഡി കോഴ വാങ്ങിയ തുക പരാമർശിക്കുന്നത്. ഇടപാടിൽ നേരിട്ടുള്ള ഗുണഭോക്താവ് ആം ആദ്മി പാർട്ടി ആയതുകൊണ്ടാണ് അതിൻ്റെ മേധാവി എന്ന നിലയിൽ ഇ.ഡി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് അയച്ചത്. AAPക്ക് നേരിട്ട് നേട്ടമുണ്ടാക്കി എന്ന കണ്ടെത്തലുകൾ അടുത്ത കുറ്റപത്രത്തിൽ നൽകുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുകൂടാതെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് AAP നേതാക്കൾക്ക് സ്വകാര്യ മദ്യഷാപ്പ് മുതലാളിമാർ 100 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ഇ.ഡി ആരോപിക്കുന്നത്. മാസങ്ങളായി ഇതേ കേസിൽ ജയിലിലായ ആം ആദ്മി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് 2.2 കോടി രൂപയും മുൻ AAP കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജ് വിജയ് നായർക്ക് 1.5 കോടി രൂപയും MP സഞ്ജയ് സിംഗിന് 2 കോടി രൂപയും കൈക്കൂലി നൽകിയതായി ജനുവരി 2 സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇ.ഡി വ്യക്തമാക്കിയിരുന്നു. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ പാർട്ടിക്കും നേതാക്കൾക്കും അനധികൃതമായി പണമുണ്ടാക്കാൻ AAP നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഡൽഹി ഗവൺമെൻറ് 2021-22 വിവാദ എക്സൈസ് നയം രൂപീകരിച്ചതെന്നും ഇ.ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങളിൽ ഒന്നിൽ എക്സൈസ് നയത്തിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം മുഖ്യമന്ത്രി കെജ്രിവാളാണെന്നും ഇ.ഡി അവകാശപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗും ഉൾപ്പെടെ 31 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ എക്സൈസ് നയത്തിന്മേലുള്ള അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ 6 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. സിസോദിയയും സിംഗും ഇപ്പോൾ തിഹാർ ജയിലിലാണ്. കെജ്രിവാളിൻ്റെ പങ്കിനെക്കുറിച്ച് 2023 ജനുവരിയിൽ സമർപ്പിച്ച 6 കുറ്റപത്രങ്ങളിൽ ഒന്നിൽ മുൻ AAP കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജ് വിജയ് നായർ തൻ്റെ മകനാണ് എന്നും അദ്ദേഹത്തെ വിശ്വസിക്കണമെന്നും കെജ്രിവാൾ വ്യവസായി സമീർ മഹേന്ദ്രുവിനോട് പറഞ്ഞതായി പരാമർശമുണ്ട്. ഡൽഹിയിൽ മുമ്പ് കൊടികുത്തി വാണ മദ്യവ്യാപാരത്തെ പുനരുജ്ജീവിപ്പിക്കാനും വിൽപ്പനയിലെ വർദ്ധിത അളവ് അടിസ്ഥാനമാക്കിയുള്ള രീതി മാറ്റി വ്യാപാരികൾക്ക് ലൈസൻസ് ഫീസ് നൽകാനുമാണ് എക്സൈസ് നയം കൊണ്ടുവന്നത്. ഈ നയം ഡൽഹിയിൽ ആദ്യമായി മദ്യം വാങ്ങുന്നതിന് ഡിസ്കൗണ്ടുകളും ഓഫറുകളും അവതരിപ്പിച്ചു. ഈ നയത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഉത്തരവിട്ട ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ നീക്കത്തിനൊടുവിൽ മദ്യനയം വിവാദമായതോടെ അത് റദ്ദാക്കാൻ സർക്കാർ നിർബന്ധിതമായി. എക്സൈസ് നയത്തിലെ ക്രമക്കേടുകൾ കാരണം സംസ്ഥാനത്തിന് 2873 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും ഇ.ഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആക്ഷേപിക്കുമ്പോഴും സ്വന്തം മന്ത്രിസഭയിലെ മുൻ ഉപമുഖ്യമന്ത്രിയും ഒരു രാജ്യസഭാംഗവും മാസങ്ങളോളം തിഹാർ ജയിലിൽ കിടന്നിട്ടും കാര്യമായ ഒരു പ്രക്ഷോഭവും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്താതിരുന്നതും വിവാദമായതോടെ മദ്യനയം പിൻവലിക്കേണ്ടി വന്നതും അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായയോടെ അധികാരത്തിൽ വന്ന പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇ.ഡി നോട്ടീസുകൾ നിയമവിരുദ്ധമാണെന്ന് പറയുന്നതല്ലാതെ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാത്തതും തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരിക്കുന്നതും ധാർമ്മികമായി ശരിയാണോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മൂന്നാമത്തെ നോട്ടീസ് അതിന് ഉത്തരം നൽകുമോ എന്ന് കാത്തിരുന്ന് കാണാം.